ദിശ അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇന്റീരിയർ ഓഫ് ദ എർത്തിനെ പറ്റിയാണ് കേട്ടോ, എർത്തിന്റെ ഉൾഭാഗത്തെ പറ്റി. അപ്പോൾ RRBക്കുടെ ഗ്രൂപ്പ് ഡിക്കും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് എല്ലാവരും പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? തുടങ്ങിയിട്ടുണ്ടാവുമ്പോൾ ബേസിക് ആയിട്ട് ഫസ്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ക്ലാസ്. കാര്യം +2 ഒക്കെ കഴിഞ്ഞു അല്ലെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, ഇതുമായിട്ടൊന്നും യാതൊരു ടച്ചും ഇല്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഞാനൊന്ന് പഠിക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പൊ ഞാൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ജോഗ്രഫി ഞാൻ എവിടുന്ന് തുടങ്ങണം, അങ്ങനെയൊക്കെ സംശയമുള്ളവർക്കാണെങ്കിൽ ഇത് നല്ലൊരു പോർഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇന്റീരിയർ ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ. ഇതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു പോർഷൻ ആണ്. എർത്തിന് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നതോറും ഒരു 3-4 ലെയർ ആയിട്ട് തിരിച്ചാണ് പഠിക്കുന്നത്. എർത്തിനുള്ളിൽ പല പല പ്രോസസ്സുകൾ നടക്കുന്നത് കൊണ്ട് അതിന്റെ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒക്കെ കൊണ്ട് ഓരോ സ്ഥലങ്ങളും ഓരോ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ മെയിൻ ആയിട്ടും അതിനെ മെയിനായിട്ടും ഒരു 3ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതിനെ വീണ്ടും നമ്മൾ ഡിവിഷൻ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ, സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ എല്ലാവർക്കും ഇത് അത്യാവശ്യമുള്ളതാണ്. നേരത്തെയൊക്കെ അറിയാവുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു റിവിഷൻ ആയിട്ട് എടുക്കുക. അറിയാത്തവരാണെങ്കിൽ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഈ പ്രാവശ്യത്തെ ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ RRBയിലെ NTPCയോ അല്ലെങ്കിൽ SSCയിലെ CGLോ എന്തെങ്കിലും നിങ്ങൾ എഴുതിയെടുത്തിരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ പഠിക്കുന്നൊന്നും വെറുതെ ആവാനായിട്ട് പാടില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, എല്ലാവർക്കും റിസൾട്ട് ഒക്കെ കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, ഉറക്കം ഉളച്ച് ഉറക്കം കളഞ്ഞും പേടിയോടുകൂടി തീയൊക്കെ മനസ്സിൽ വരുന്ന രീതിയിലൊക്കെ തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ഇന്റീരിയർ ഓഫ് ദ എർത്ത്. അപ്പോ എർത്തിന്റെ ഇന്റീരിയർ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ലെയറുകളായിട്ട് തിരിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ബ്രോഡ്ലി നമ്മൾ മെയിൻ ആയിട്ട് ഒരു 3 ലെയർ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്ത് വെച്ചേക്കുന്നത്. ക്രസ്റ്റ്, മാൻഡില്, കോറ്. എങ്ങനെയാണ് നമ്മൾ തിരിച്ചു വെച്ചേക്കുന്നത്? ക്രസ്റ്റ്, മാൻഡില്, കോറ്. ഒന്നുകൂടി പറഞ്ഞേ, ക്രസ്റ്റ്, മാൻഡിൽ, കോർ എന്നിങ്ങനെ 3ആയിട്ടാണ് നമ്മൾ എർത്തിന്റെ ഇന്റീരിയറിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ക്രസ്റ്റിനെ നമ്മൾ ഇനി 2ആയിട്ട് തിരിക്കും, മാൻഡിലിനെ 2ആയിട്ട് തിരിക്കും, കോറിനെ 2ആയിട്ട് തിരിക്കും. നമ്മൾ ടോട്ടലി ഒരു 6 തിരിവുകൾ പഠിക്കും കേട്ടോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് 1-2 ലെയർ കൂടി എക്സ്ട്രാ കൂടി പഠിക്കും. അപ്പൊ അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ പഠിക്കുന്നു ഇന്റീരിയർ ഓഫ് ദ എർത്ത് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 3 ലെയേഴ്സ്. ഏതൊക്കെയാണ്? ക്രസ്റ്റ്, മാൻഡിൽ, കോറ്. ഏതൊക്കെയാ? ക്രസ്റ്റ്, മാൻഡിൽ, കോറ്. ഓക്കെ, ഇങ്ങനെയാണ് എർത്തിന്റെ ഇന്റീരിയർ പോർഷൻ ഇരിക്കുന്നത്. നിങ്ങൾക്ക് പടമൊക്കെ വരയ്ക്കാൻ അറിയാവുന്നവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വരച്ചൊക്കെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലാത്തവര് എന്ത് ചെയ്യുക, ജസ്റ്റ് ഗൂഗിളിലൊക്കെ ഇതിന്റെ പല ഫിഗറുകൾ കിട്ടും, ഏതെങ്കിലും ഫിഗർ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ക്രസ്റ്റ് ഫസ്റ്റ് നമ്മൾ നോക്കിയേ. ക്രസ്റ്റ് എന്ന് പറയുന്ന പോർഷൻ ഈ നമ്മള് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഒക്കെ എടുത്തുവാണെങ്കിൽ അതിന്റെ പുറം ഭാഗമില്ലേ, നമ്മൾ എടുത്ത് കളയുന്ന പോർഷൻ, അതിനെ നമുക്ക് വേണമെങ്കിൽ ക്രസ്റ്റ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്രസ്റ്റ് എന്ന് പറയുന്നത് ആ പുറക്കാമ്പാണ്. ഓക്കെ, പുറക്കാമ്പ് അല്ലെങ്കിൽ സോറി, കാമ്പല്ല, ഭൂവൽക്കം എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഭൂവൽക്കം എന്ന് വിളിക്കുന്ന ഗ്രൂപ്പ് ഡിക്കാർക്കാണ് കേട്ടോ ഭൂവൽക്കം എന്ന് വിളിക്കുന്ന പോർഷൻ ആണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് പോർഷൻ ആണ് മാൻഡിൽ. ഓക്കെ, അപ്പം നമ്മളൊരു മാംഗോ ഒക്കെ എടുത്ത് ഒരു മാങ്ങയൊക്കെ എടുക്കുവാണെങ്കിൽ മാങ്ങയുടെ പുറത്ത് തൊലിയാണ് ഈ പറയുന്ന ക്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുക. മാൻഡിൽ എന്ന് പറയുന്ന ആ ഫ്ലഷി ആയിട്ടിരിക്കുന്ന പോർഷൻ ആണ്. ഏറ്റവും കൂടുതലുള്ളത് ആ മാൻഡിലിന്റെ പോർഷൻ ആയിരിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ ഭൂവൽക്കത്തിലെ അല്ലെങ്കിൽ ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഏത് മാസ് വൈസ് ഏറ്റവും കൂടുതലുള്ള പോർഷൻ ഏതാന്ന് ചോദിച്ചാൽ ഈ മാൻഡിൽ പോർഷൻ ആണ് കേട്ടോ. 2900 കിലോമീറ്റർ ആണ് മാൻഡിൽ പോർഷൻ പറയുന്നത്. മാൻഡിലാണ് ഏറ്റവും കൂടുതലുള്ള പോർഷൻ. ഓക്കെ, പിന്നീട് വരുന്നത് കോറാണ്. കോർ പോർഷൻ ആണ് നമ്മൾ മാങ്ങയുടെ ഉള്ളില് ആ വിത്ത് പോർഷൻ ആയിട്ടിരിക്കുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, കോർ പോർഷൻ എന്ന് പറയാം. കോർ നമ്മൾ ഔട്ടർ കോർന്ന് ഇന്നർ കോർന്ന് ഇവിടെ ഡിവിഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മാൻഡിലിനും ക്രസ്റ്റിനും അങ്ങനത്തെ ഡിവിഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ ഏറ്റവും ഇന്നർ ആയിട്ടുള്ള പോർഷൻ ഇന്നർ കോർ ആണ്. ഓക്കെ, ഏറ്റവും ഇന്നർ ആയിട്ടുള്ള പോർഷൻ ഇന്നർ കോർ ആണ്. ഇന്നർ കോറും ഔട്ടർ കോറും ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ക്രസ്റ്റ്, മാൻഡില്, കോർ. അപ്പൊ നമ്മളൊരു മാങ്ങയാണല്ലോ ആലോചിച്ചത്. മാങ്ങയിലെ പുറത്തെ ആ ഒരു തൊലിയായിട്ടിരിക്കുന്ന പോർഷൻ, അതിനെ നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിച്ചു. ദെൻ മാൻഡിൽ ഫ്ലഷി ആയിട്ടിരിക്കുന്ന പോർഷൻ, അകത്തെ അതിന്റെ വിത്തിന്റെ പോർഷൻ ആണ് ഇതെന്ന് പറയുന്നത് കോർ എന്ന് പറയുന്നത്. കോർ. ഓക്കെ, ക്രസ്റ്റ്, മാൻഡിൽ, കോർ എങ്ങനെയായിരിക്കുന്നതെന്ന് നിങ്ങൾക്കൊരു ഏകദേശം ഊഹം കിട്ടിയല്ലോ. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കാനായിട്ട് പോവാണേ. അപ്പൊ ആദ്യം ക്രസ്റ്റ്, മാൻഡിൽ, കോർ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു പോർഷൻ കിട്ടി. നമ്മളിങ്ങനെ എർത്തിനെ ഡിവിഷൻ ചെയ്ത് വെച്ചിരിക്കുവാണ്, ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയാണ്. എർത്തിന്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ തുറന്ന് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓരോ പോർഷൻ ആയിട്ട് പഠിക്കാം. ക്രസ്റ്റ്. ഓക്കെ,
ക്രസ്റ്റ് ആണ് നമ്മളൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? എർത്ത് ക്രസ്റ്റിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ക്രസ്റ്റ് ഈസ് ദ ബ്രിട്ടിൽ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദ എർത്ത്. ക്രസ്റ്റ് എങ്ങനെയാണ്? സോളിഡ് പാർട്ട് ആണ്. ഏറ്റവും പുറമേ കാണപ്പെടുന്ന, എർത്തിന്റെ ഏറ്റവും പുറം ഭാഗത്ത് കാണപ്പെടുന്ന ഔട്ടർ മോസ്റ്റ് പാർട്ടാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രസ്റ്റിനെ നമ്മൾ മെയിൻലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും, രണ്ട് ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും തിരിക്കുന്നു. കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷ്യാനിക് ക്രസ്റ്റ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഗ്രൂപ്പ് ഡിക്ക് പഠിക്കുന്ന കുറെ പേര് എൻ്റെ അടുത്ത് മലയാളത്തിൽ നോട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ഡിക്ക് മാത്രമായിട്ട് പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇനിയും പരീക്ഷകൾ വരുമല്ലോ. നിങ്ങൾക്ക് ബേസിക്കലി ഈ ഒരു പരീക്ഷ മാത്രമല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഡേ ബൈ ഡേ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്നത് ഇംഗ്ലീഷിലൊക്കെ പഠിക്കുക. ഗ്രൂപ്പ് ഡിക്ക് മാത്രമായിരിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ പഠിക്കുന്നത് ഫുള്ള് പഠിച്ചിട്ട് മലയാളത്തിൽ ഓർത്ത് വെച്ചേക്കൂ, എന്നിട്ട് ഇംഗ്ലീഷിലെ നോട്ട്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ വളരെ അത്യാവശ്യമാണെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും വഴി കാണാം. തൽക്കാലം ഇപ്പൊ ഞാൻ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇംഗ്ലീഷിൽ നോട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. മലയാളത്തിലല്ലേ പറഞ്ഞു തരുന്നത്, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, മലയാളത്തിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഭൂവൽക്കം. ഓക്കെ, അപ്പൊ ഭൂവൽക്കത്തെ പറ്റിയാണ്, ക്രസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ഈ ഭൂവൽക്കത്തെ അല്ലെ ക്രസ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് വൻകര ഭൂവൽക്കം, സമുദ്രതട ഭൂവൽക്കം എന്നൊക്കെ പറയും. വൻകര ഭൂവൽക്കം, സമുദ്രതട ഭൂവൽക്കം എന്നൊക്കെ പറയും. കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും അത് ഓർത്തിരിക്കാലോ. അപ്പോ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണോ ഓഷ്യാനിക് ക്രസ്റ്റ് ആണോ തിക്കർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, തിക്നെസ് ഓഫ് ഓഷ്യാനിക് ക്രസ്റ്റ് ആണോ തിക്നെസ് ഓഫ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണോ കൂടുതൽ? കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ നിങ്ങൾക്ക് എപ്പോ പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് എവറസ്റ്റും ഹിമാലയം ഒക്കെ വരുന്ന പോർഷൻ ആണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ്. അപ്പൊ അത്രയും പൊക്കം കാണും. ഏകദേശം ഒരു എന്താണ് കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ തിക്നെസ് ഒരു 30 കിലോമീറ്ററോളം വരും. എന്നാൽ ഓഷ്യാനിക് ക്രസ്റ്റ് എടുക്കുവാണെങ്കിൽ അതിനത്ര തിക്നെസ് ഒന്നും കൂടുതൽ ഉണ്ടാവില്ല. അതിനൊരു 5 കിലോമീറ്റർ ഒരു തിക്നെസ് ഒക്കെ കാണത്തുള്ളൂ. ഓക്കെ, അപ്പൊ കോണ്ടിനെന്റൽ ക്രസ്റ്റിനാണ് തിക്നെസ് കൂടുതൽ. അതൊരു പോയിന്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ 30 കിലോമീറ്ററോളം തിക്നെസ് ഏതിന് വരും? കോണ്ടിനെന്റൽ ക്രസ്റ്റിന് വരും. എന്നാൽ ഓഷ്യാനിക് ക്രസ്റ്റിനാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ ഒക്കെ തിക്നെസ്സേ വരത്തുള്ളൂ. അപ്പൊ ക്രസ്റ്റിന്റെ രണ്ട് കാര്യം പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്ന്, ഏറ്റവും ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ആണ് ക്രസ്റ്റ് എന്ന് പഠിച്ചു അല്ലെ, ഔട്ടർ മോസ്റ്റ് പാർട്ട് ആണെന്ന് പഠിച്ചു. രണ്ട്, ക്രസ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് പഠിച്ചു. ഒന്ന് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും രണ്ട് ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും നമ്മൾ രണ്ടായിട്ട് തിരിച്ചെന്ന് പഠിച്ചു. മൂന്നാമത്തെ പോയിന്റ് എന്താ പഠിച്ചത്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് തിക്കർ ദാൻ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പഠിച്ചു അല്ലെ. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് തിക്കർ ദാൻ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പഠിച്ചു. അപ്പൊ കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ ആ ഒരു തിക്നെസ് നമ്മൾ പഠിച്ചു. ആവറേജ് ഒരു ഏകദേശം ഒരു 30 കിലോമീറ്റർ തിക്നെസ് ആണ് വരുന്നതെന്ന് പഠിച്ചു. വേറെ ഓഷ്യാനിക് ക്രസ്റ്റിന്റെ തിക്നെസ് എത്രയാ പഠിച്ചത്? ഒരു 5 കിലോമീറ്ററോളം ഏകദേശം വരുമെന്ന് പഠിച്ചു അല്ലെ. ഇത്രയും പോയിന്റ്സ് നമ്മൾ പഠിച്ചല്ലോ. ഇനി ടോട്ടൽ എർത്തിന്റെ വോളിയം എടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ ക്രസ്റ്റിന്റെ പോർഷൻ വരുന്നത് ഒരു 1% മാത്രമായിരിക്കും കേട്ടോ. ഒരു 1% മാത്രമായിരിക്കും ടോട്ടൽ എർത്തിന്റെ വോളിയം എടുക്കുവാണെങ്കിൽ ക്രസ്റ്റ് വരുന്നത്. ക്രസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു 1% മാത്രം. അത്രയും തിക്നെസ്സേ ക്രസ്റ്റിന് ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ഏകദേശം ഒരു 40 കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു തിക്നെസ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ക്രസ്റ്റിന്റെ ഒരു തിക്നെസ് ഏകദേശം ഒരു 40 കിലോമീറ്റർ ആണ് ടോട്ടലി നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അത്രയും ഓർത്ത് വെക്കാമോ? ഒന്നും കൂടി ഏതൊക്കെയായിരുന്നു പഠിച്ചത്? ക്രസ്റ്റ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദ എർത്ത് ആണ്. ക്രസ്റ്റ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷ്യാനിക് ക്രസ്റ്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് തിക്കർ ദാൻ ഓഷ്യാനിക് ക്രസ്റ്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ ഏകദേശ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 30 കിലോമീറ്റർ, വേറെ ഓഷ്യാനിക് ക്രസ്റ്റിന്റെ ആണെങ്കിൽ ഒരു 5 കിലോമീറ്റർ. ടോട്ടലി നമ്മൾ എടുക്കുവാണെങ്കിൽ ആവറേജ് ഒരു 40 കിലോമീറ്റർ ആണ് ക്രസ്റ്റിന്റെ തിക്നെസ് എന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഈ ഫിഗറിനകത്ത് നോക്കിക്കേ, ഇതാണ് ക്രസ്റ്റിന് ഏകദേശം നമ്മൾ എന്താണ് എടുക്കുവാണെങ്കിൽ ഇവിടെ ഇതാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്ന പോർഷൻ കേട്ടോ. ഇതാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്ന പോർഷൻ. ഇതാണ് ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്നത്. കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും അതൊന്ന് ഓർത്തിരിക്കണേ. കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടോ? ആ ഒരു ഫിഗറിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ തിക്നെസിന്റെ ആരോഗ്യ രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാമല്ലോ. ഇനി ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എടുക്കുവാണെങ്കിൽ ഇതെന്ന് പറയാൻ മേജർ മൗണ്ടൻ സിസ്റ്റംസ് ഒക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന തിക്നെസ് വളരെ കൂടുതലാണെന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ, ഹിമാലയൻ റീജിയൻ നമ്മൾ ആവറേജ് ആണ് നേരത്തെ ഒരു 30 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ കേട്ടോ. ഹിമാലയൻ റീജിയൻ ഒക്കെ എടുക്കുവാണെങ്കിലോ ഉയരം കൂടിയ മൗണ്ടൻ റേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 70 കിലോമീറ്റർ തിക്നെസ് ആണ് ഹിമാലയൻ റീജിയനിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, സിയാൽ എന്ന് വിളിക്കും കേട്ടോ. കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിയാൽ. ബിക്കോസ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് രണ്ട് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സിലിക്കണും അലൂമിനിയം. നോട്ട് അലൂമിന, ഇറ്റ് ഈസ് അലൂമിനിയം. ഒരുപാട് ഓപ്ഷനിൽ നിങ്ങൾക്ക് അലൂമിന എന്ന് കൊടുത്തിരിക്കും കേട്ടോ. അലൂമിനിയം ആണ്. സിലിക്കണും അലൂമിനിയം കൂടെ ചേർന്നതാണ്. അതിന്റെ രണ്ടിന്റെയും കൂടി ഷോർട്ട് ഫോം ആയിട്ടുള്ള സിയാൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ വിളിക്കുന്ന പേരെന്താ? സിയാൽ. സിയാൽ എവിടുന്ന് വന്നതാ? ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ടു എന്താണ് എലമെന്റ്സ്. ഏതൊക്കെയാണ്? സിലിക്കണും അലൂമിനിയവും കൂടി ചേർന്നതാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഇത് ലൈറ്റ് കളേർഡ് റോക്സ് ആണ്. ഈ പറയുന്ന സിയാൽ എന്ന് പറയുന്നത് വളരെ എന്താണ് ലൈറ്റ് കളേർഡ് റോക്സ് ആണ്. ഇതിന് ഫെൽസിക് റോക്കുകൾ എന്ന് നമ്മൾ വിളിക്കും. ഫെൽസിക് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഫെൽസിക്, അപ്പൊ ഫെൽസിക് എന്നും വിളിക്കുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ലൈറ്റ് കളേർഡ് റോക്ക് ആണ്, ഫെൽസിക് ടൈപ്പ് ആണ്. ഓക്കെ, ഫെൽസിക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ കോണ്ടിനെന്റൽ ക്രസ്റ്റ് അത്രേ ഓർത്തിരിക്കാമോ? സിയാൽ എന്ന് വിളിക്കുന്നത് കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണ്. തിക്കർ ആണ്. ഹിമാലയൻ റീജിയനിലൊക്കെ ഒരു 70 കിലോമീറ്റർ തിക്നെസ് ഇതിനുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ എന്താണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് ലൈറ്റർ ദാൻ ഓഷ്യാനിക് ക്രസ്റ്റ്. അത് പറയാം. ഡെൻസിറ്റിയുടെ കാര്യം എടുക്കുവാണെങ്കിൽ ലൈറ്റർ ആണ് കോണ്ടിനെന്റൽ ക്രസ്റ്റിന്. എപ്പോഴും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഓഷ്യാനിക് ക്രസ്റ്റിന്റെ മുകളിൽ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇറ്റ് ഈസ് ലൈറ്റർ ദാൻ എന്താണ് ഓഷ്യാനിക് ക്രസ്റ്റ്. ഞാനൊരു ബേസിക് ഓർമ്മയ്ക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞ കേട്ടോ. എപ്പോഴും ഓഷ്യന്റെ മുകളിൽ ഇങ്ങനെ നമ്മുടെ വൻകരകൾ ഇങ്ങനെ ഇത് ചെയ്ത് കിടക്കും എന്നൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണ് ലൈറ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് കിട്ടിക്കോളും. അപ്പൊ ആ പോയിന്റ് ഓർത്തിരിക്കുക. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് ലൈറ്റർ ദാൻ ഓഷ്യാനിക് ക്രസ്റ്റ്. ഡെൻസിറ്റി എടുത്ത് നോക്കുവാണെങ്കിൽ ഏതാണ് ലൈറ്റർ എന്ന് വെച്ചാൽ ഏതാണ്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണ് ലൈറ്റർ എന്ന് ഓർത്തിരിക്കാം. അപ്പൊ അത്രേ ഓർത്തിരിക്കാമോ? സിയാല് 70 കിലോമീറ്റർ. അതുപോലെ ലൈറ്റ് കളേർഡ് റോക്ക് ആണ്. ദ സിറ്റി ഈസ് കാൾഡ് എന്താണ്? ഫെൽസിക് എന്ന് പറഞ്ഞു. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് ലൈറ്റർ ദാൻ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓഷ്യാനിക് ക്രസ്റ്റ് എന്തൊക്കെയായിരിക്കും? ഇറ്റ് ഈസ് ഡെൻസർ ആൻഡ് തിന്നർ ദാൻ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് ഡെൻസർ ആൻഡ് തിന്നർ ദാൻ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയും. ഇത് നമ്മൾ വിളിക്കുന്ന പേര് സിമ എന്നാണ്. സിമ. ഓക്കെ, ഇതെന്ന് വെച്ചാൽ സിലിക്കണും മഗ്നീഷ്യവും കൂടി ചേർന്നാണ് കേട്ടോ. സിലിക്കണും ഞാൻ നേരത്തെ കണ്ടൊരു ക്വസ്റ്റ്യൻ മഗ്നീഷ്യ മറ്റേത് അലൂമിന എന്നൊക്കെ കൊടുത്തിട്ടാണ് ഇതിന്റെ കമ്പോസിഷൻ കൊടുത്തിരുന്നത്. സിലിക്കണും മഗ്നീഷ്യവും കൂടി ചേർന്നാണ് ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഡാർക്ക് കളേർഡ് മാഫിക് റോക്സ് ആണ് കേട്ടോ. മാഫിക് റോക്സ് ആണ് എന്ന് പറയുന്നത് ഓഷ്യാനിക് ക്രസ്റ്റ്. മറ്റേത് ഫെൽസിക് ആണ്, ഇത് മാഫിക് റോക്സ് ആണ്. ഓക്കെ, ഇത് ഡാർക്ക് കളേർഡ് ആണ്, മറ്റേത് ലൈറ്റ് കളേർഡ് റോക്സ് ആണ് കാണപ്പെടുന്നത്. അത് ഓർത്ത് വെച്ചേക്കാമോ? അപ്പൊ ക്രസ്റ്റിന്റെ ഇത്രയും പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഓഷ്യാനിക് ക്രസ്റ്റ് പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക, ഇറ്റ് ഈസ് ഡെൻസർ ആൻഡ് തിന്നർ ദാൻ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ഡെൻസർ ആൻഡ് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ തരും കേട്ടോ. ഇതിൽ ഏതൊക്കെയാണ് ശരി, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരി ഏതെന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ അതിനകത്ത് പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നത് ഈ ഓഷ്യാനിക് ക്രസ്റ്റിന്റെ ഈ ഒരു പോയിന്റ്സ് ഒക്കെ. ഇറ്റ് ഈസ് ഡെൻസർ ആൻഡ് തിന്നർ ദാൻ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സിമ, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സിമ. എന്താണ് ഇതൊക്കെ? എന്തൊക്കെ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്? സിലിക്കൺ ആൻഡ് മഗ്നീഷ്യം. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സിലിക്കൺ ആൻഡ് മഗ്നീഷ്യം. ദേ ആർ എങ്ങനത്തെയാണ്? ഡാർക്ക് കളേർഡ് മാഫിക് റോക്സ് എന്ന് ഇതിനെ വിളിക്കും. ദേ ആർ ഡാർക്ക് കളേർഡ്, അതുകൊണ്ട് ഇതിനെ മാഫിക് റോക്സ് എന്ന് വിളിക്കും. അപ്പൊ ഇത്രയും കിട്ടിയോ? ഓഷ്യാനിക് ക്രസ്റ്റും കോണ്ടിനെന്റൽ ക്രസ്റ്റും കിട്ടിയോ? സിയാലും സിമയും കിട്ടിയോ? ഏതാണ് ഡെൻസർ എന്ന് പറഞ്ഞത്? ഡെൻസിറ്റി കൂടുതൽ ഏതിനാണ്? ഓഷ്യാനിക് ക്രസ്റ്റിനാണ്. ഏതിനാണ് തിക്നെസ് കൂടുതൽ? ഏതിനാണ്? കോണ്ടിനെന്റൽ ക്രസ്റ്റിനാണ് അല്ലെ. ടോട്ടലി ഹിമാലയൻ റീജിയനിലൊക്കെ വരുമ്പോഴത്തേക്കും എത്ര തിക്നെസ് കാണും? ഒരു 70 കിലോമീറ്റർ തിക്നെസ് ഒക്കെ കാണും. നോർമലി നമ്മൾ ആവറേജ് എടുക്കുവാണെങ്കിൽ കോണ്ടിനെന്റൽ ക്രസ്റ്റിന് ഒരു 30 കിലോമീറ്ററും ഓഷ്യാനിക് ക്രസ്റ്റിന് ഒരു 5 കിലോമീറ്ററും ഒക്കെ പറയാം അല്ലെ. ടോട്ടൽ നമ്മൾ ക്രസ്റ്റിന്റെ ഒരു ആവറേജ് തിക്നെസ് എടുക്കുവാണെങ്കിൽ ഒരു 40 കിലോമീറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത് നമുക്ക് അതിന്റെ ഇടയ്ക്ക് പഠിക്കാനുള്ള ഒരു സാധനമാണ് ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞത് കേട്ടോ. ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ കണ്ടോ? ഇവിടെ ലിത്തോസ്ഫിയർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ലിത്തോസ്ഫിയർ ഈ ക്രസ്റ്റിന്റെ ഏറ്റവും ടോപ്പിലത്തെ പോർഷനും അതിന്റെ താഴോട്ട് ഒരു കുറച്ച് പോർഷനും കൂടി ചേർന്നിട്ടാണ് നമ്മൾ അപ്പർ മോസ്റ്റ് സോളിഡ് പോർഷൻ ഓഫ് മാൻഡിൽ എന്ന് പറയും. തൊട്ട് താഴത്തെ ലെയർ ആയിട്ടുള്ള മാൻഡിലിന്റെ ഏറ്റവും മുകളിലത്തെ പോർഷനും അതുപോലെ ക്രസ്റ്റും കൂടി ചേർന്ന പോർഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ലിത്തോസ്ഫിയർ എന്തൊക്കെ ചേർന്നാണ്. ലിത്തോസ്ഫിയർ എന്തൊക്കെ ചേർന്ന? ക്രസ്റ്റ് ഫുൾ ഉണ്ട്. ക്രസ്റ്റിന്റെ കൂടെ താഴത്തെ പോർഷൻ ആണ് മാൻഡിൽ അല്ലെ. ക്രസ്റ്റിന്റെ താഴെ മാൻഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ മാൻഡിലിന്റെ അപ്പർ മോസ്റ്റ് പോർഷനും കൂടി ചേർന്നതാണ് ഏതെന്ന് പറയുന്നത്? ലിത്തോസ്ഫിയർ. നോട്ട് ചെയ്ത് വെച്ചേക്കാമോ? ലിത്തോസ്ഫിയർ, ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് സോളിഡ് മാൻഡിൽ കമ്പൈൻഡ് ടു ഫോം എന്താണ്? ലിത്തോസ്ഫിയർ. ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് സോളിഡ്
portion of mantle is combined to form lithosphere. നോട്ട് ചെയ്ത് വെക്കാമോ? ലിത്തോസ്ഫിയർ ഇറ്റ് ഈസ് 100 കിലോമീറ്റർ തിക്ക് എന്ന് പറയാം. ഒരു 100 കിലോമീറ്റർ ആണ് ഏകദേശം ലിത്തോസ്ഫിയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? ബ്രിട്ടിൽ, റിജിഡ്, സോളിഡ് ആയിട്ടുള്ള പോർഷൻ ആണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോ ഈ ലിത്തോസ്ഫിയർ നമ്പർ ഓഫ് പ്ലേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ ലിത്തോസ്ഫിയർ എന്താണെന്ന് കിട്ടിയോ? ക്രസ്റ്റും അപ്പർ മോസ്റ്റ് മാൻഡിൽ പോർഷനോട് ചേർന്നാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ലിത്തോസ്ഫിയറിന് ഏകദേശം ഒരു 100 കിലോമീറ്റർ തിക്നെസ് ഉണ്ട്. 100 കിലോമീറ്റർ തിക്നെസ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ലിത്തോസ്ഫിയർ. ആ മണ്ണ് കാണപ്പെടുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മളെ ലിത്തോസ്ഫിയർ. മണ്ണും എല്ലാം നമ്മൾ നോർമലി എന്താണ് ഇപ്പോ നിൽക്കുന്ന പോർഷൻസും ഒക്കെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്രസ്റ്റ് പോർഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ കൂടെ എന്താണ് ആ ക്രസ്റ്റിന്റെ പോർഷനും അതിന്റെ കൂടെ താഴെയുള്ള കുറച്ച് മാൻഡിലിന്റെ കുറച്ച് പോർഷൻ കൂടി ചേർന്നാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കാമോ? ലിത്തോസ്ഫിയർ ഇത് ബ്രിട്ടിൽ ആണ്, റിജിഡ് ആണ്, സോളിഡ് പോർഷൻ ആണ്. ബ്രിട്ടിൽ ആണ്, റിജിഡ് ആണ്, സോളിഡ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഈ ലിത്തോസ്ഫിയർ ഈസ് ബ്രോക്കൺ ഇൻ ടു നമ്പർ ഓഫ് പ്ലേറ്റ്സ്. പല പല ഫലകങ്ങളായിട്ട് തിരിച്ചാണ് ലിത്തോസ്ഫിയർ ഇരിക്കുന്നത്. അതിനെ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്നാണ് വിളിക്കുക. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ്? ക്രസ്റ്റ് ഫുള്ളും അതിന്റെ കൂടെ എന്താണ് ഈ പറയുന്ന മാൻഡിലിന്റെ അപ്പർ മോസ്റ്റ് സോളിഡ് പോർഷൻ കൂടി ചേർന്നാണ് ലിത്തോസ്ഫിയർ എന്നുള്ള പോയിന്റ് എങ്കിലും ഓർത്തിരിക്കുക. ഒരു 100 കിലോമീറ്റർ അതിന് തിക്നെസ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത പോർഷൻ ആണ് മാൻഡിൽ എന്ന് പറയുന്നത്. മാൻഡിൽ, ക്രസ്റ്റിന്റെ തൊട്ട് താഴെ എന്താണ്? മാൻഡിൽ. ഓക്കെ, അപ്പൊ ക്രസ്റ്റിന്റെ തൊട്ട് താഴെ വരുന്നതാണ് മാൻഡിൽ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പൈറോസ്ഫിയർ എന്ന് വിളിക്കുക. എന്താ വിളിക്കുന്നത്? പൈറോസ്ഫിയർ. ഇമ്പോർട്ടന്റ് ആണ്. ഇനി വേറെ കുറെ പേരുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ മാൻഡിലിനെ വിളിക്കുന്ന പേരാണ് പൈറോസ്ഫിയർ എന്ന് വിളിക്കും. ഓക്കെ, മാൻഡിലിനെ വിളിക്കുന്ന പേരാണ് പൈറോസ്ഫിയർ. ഓക്കെ, ഇതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ ആണ് കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ഡിസ്കണ്ടിന്യൂറ്റീസ് പഠിക്കാനുണ്ട്. ഇത് ആദ്യം ഈ പറയുന്ന ക്രസ്റ്റും അതുപോലെ തന്നെ മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഡിസ്കണ്ടിന്യൂറ്റി, മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പൊ ഈ ഡിസ്കണ്ടിന്യൂറ്റി പിന്നീട് ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അത് പിന്നെ പഠിക്കാം. 2900 കിലോമീറ്റർ ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്ലഷി ആയിട്ടിരിക്കുന്ന മാംഗോന്റെ പോർഷൻ പോലെയാണ് മാൻഡിൽ. ഏറ്റവും കൂടുതൽ ബൾക്കിയസ്റ്റ് ലെയർ ആയിട്ട് ഒരു 83% എർത്തിന്റെ വോളിയം മാൻഡിലാണ് ഉൾക്കൊള്ളുന്നത് കേട്ടോ. 83% എർത്തിന്റെ വോളിയം ഉൾക്കൊള്ളുന്നത് മാൻഡിലാണ്. ഇതിനകത്ത് മഗ്നീഷ്യം, കാൽസ്യം, അയൺ തുടങ്ങിയ എലമെന്റ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ മാൻഡിലിനെ പറ്റി പഠിച്ച ഏറ്റവും ബൾക്കിയസ്റ്റ് ലെയർ ആണെന്ന് പറഞ്ഞു. 83% ഓഫ് എർത്തിന്റെ വോളിയം ഉൾക്കൊള്ളുന്ന ലെയർ ആണ് മാൻഡിൽ എന്ന് പറഞ്ഞു. ഇതിനെ പൈറോസ്ഫിയർ എന്നും വിളിക്കും എന്ന് പറഞ്ഞു അല്ലെ. പൈറോസ്ഫിയർ എന്നും വിളിക്കുന്ന ലെയർ ആണ് മാൻഡിൽ എന്ന് പറയുന്നത്. പൈറോസ്ഫിയർ എന്നും വിളിക്കും. ഈ ഒരു ലെയറിൽ ഇറ്റ് ഈസ് റിച്ച് ഇൻ മഗ്നീഷ്യം, കാൽസ്യം ആൻഡ് അയൺ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് റിച്ച് ഇൻ മഗ്നീഷ്യം, കാൽസ്യം ആൻഡ് അയൺ. ഓക്കെ, ഇനി ലോവർ മാൻഡിൽ എക്സ്റ്റെൻസ് ബിയോണ്ട് ദ അസ്തനോസ്ഫിയർ. ഇറ്റ് ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അസ്തനോസ്ഫിയർ എന്ന് പറയുന്ന അടുത്തൊരു പോർഷനെ പറ്റി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എന്താണ് അസ്തനോസ്ഫിയർ? അപ്പൊ മാൻഡിലിന്റെ നമ്മൾ ലിത്തോസ്ഫിയർ കഴിഞ്ഞിട്ട് വരുന്ന പോർഷൻ. ഓക്കെ, ലിത്തോസ്ഫിയറിന് കുറച്ച് പോർഷൻ പോയല്ലോ. മാൻഡിലിന്റെ ഏറ്റവും അപ്പർ മോസ്റ്റ് ലെയർ പോയി. അതിനുശേഷം താഴെ വരുന്ന അപ്പർ പോർഷനിലുള്ള മാൻഡിലിന്റെ അപ്പർ പോർഷനിലുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അസ്തനോ എന്ന് വെച്ചാൽ വീക്ക് ആണ്. ഈ പോർഷൻ ഇച്ചിരി വീക്ക് ആയിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ഇതൊരു എന്താണ് മാഗ്മ പുറത്തേക്ക് വരില്ലേ, നമ്മുടെ വോൾക്കാനോ എറപ്ഷൻസ് ഒക്കെ വഴി നമുക്ക് എന്ത് വരും? മാഗ്മ പുറത്തേക്ക് വരില്ലേ. ഈ മാഗ്മയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന അസ്തനോസ്ഫിയർ ആണ് അല്ലെ. അസ്തനോസ്ഫിയർ ആണ് നമ്മള് മാഗ്മയുടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴി പുറത്തേക്ക് വരുന്ന മാഗ്മയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? അസ്തനോസ്ഫിയർ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എക്സ്റ്റെൻഡിങ് അപ് ടു 400 കിലോമീറ്റർ. 400ഓളം കിലോമീറ്റർ താഴ്ചയിലേക്കാണ്. 100 തൊട്ട് 400ഓളം കിലോമീറ്റർ താഴ്ചയിലേക്കാണ് അസ്തനോസ്ഫിയർ വരിക എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന മാഗ്മയാണ് ഉള്ളിലിരിക്കുമ്പോൾ അത് പുറത്തു വരുമ്പോൾ അതിനെ നമ്മൾ ലാവ എന്ന് വിളിക്കും അല്ലെ. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അല്ലെ സെമി സോളിഡ് ആയിട്ടുള്ള ഇരിക്കുന്ന മോൾട്ടൺ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു പോർഷൻ ആണ് ഇതെന്ന് പറയുന്നത് അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അസ്തനോസ്ഫിയർ ഓർത്ത് വെച്ചേക്കാം. അതിന് താഴോട്ട് എന്താ? അസ്തനോസ്ഫിയറിന് താഴോട്ട് സോളിഡ് ആയിട്ടാണ് മാൻഡിൽ ഇരിക്കുന്നത് കേട്ടോ. സോളിഡ് പോർഷൻ ആണ് മാൻഡിലിന്. അപ്പൊ അതിന് മുകളിൽ ലിത്തോസ്ഫിയറിന്റെ പോർഷൻ വരുന്നതും സോളിഡ് ആണ്. ഇടയ്ക്കാണ് സെമി സോളിഡ് ആയിട്ടിരിക്കുന്നത്. സെമി സോളിഡ് അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ ഉരുകിയ ദ്രവാവസ്ഥയിൽ ഇരിക്കുന്ന പോർഷൻ ആണ് അസ്തനോസ്ഫിയർ. ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് മാഗ്മ ഓർ ലാവ അല്ലെ.
എന്ന് നമുക്ക് പറയാം. അപ്പൊ അസ്തനോസ്ഫിയർ ഒരു 400 കിലോമീറ്ററോളം താഴ്ചയിലേക്ക് വരുന്ന ആ ഒരു പോർഷൻ അസ്തനോസ്ഫിയർ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഏറ്റവും മുകളിൽ ക്രസ്റ്റ് ആണ് പഠിച്ചത് അല്ലെ? ഏറ്റവും മേളിൽ ക്രസ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നു നമ്മൾ ക്രസ്റ്റിനെ രണ്ടായിട്ട് തിരിച്ചേ? സിയാലും സിമയെന്നും അല്ലെ? കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും സിയാലെന്നും സിമയെന്നും രണ്ടായിട്ട് തിരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്ക് എന്ത് പഠിച്ചു? ലിത്തോസ്ഫിയർ പഠിച്ചായിരുന്നു അല്ലെ? ലിത്തോസ്ഫിയറിന്റെ കാര്യം എന്താ പഠിച്ചേ? ലിത്തോസ്ഫിയറിന്റെ കാര്യം എന്തായിരുന്നു പഠിച്ചേ? ലിത്തോസ്ഫിയറിന്റെ കാര്യം എന്താ പഠിച്ചേ? ലിത്തോസ്ഫിയർ നമ്മള് ക്രസ്റ്റിന്റെ കുറച്ച് പോർഷനും അതിന്റെ താഴോട്ട് മാൻഡിലിന്റെ ഏറ്റവും അപ്പർ മോസ്റ്റ് പോർഷനോട് ചേർന്നാണ് ലിത്തോസ്ഫിയർ എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ മാൻഡിൽ പഠിച്ചു. മാൻഡിലിനെ പറ്റി എന്താ പൈറോസ്ഫിയർ എന്നാ വിളിക്കുന്നത്. 2900 കിലോമീറ്റർ ഓളം ഉണ്ട്. 83% ഓഫ് എർത്തിന്റെ വോളിയം ഇതാണ് ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞു. മാഗ്നീഷ്യം, കാൽസ്യം, അയൺ ഒക്കെ കൊണ്ട് റിച്ച് ആയിട്ടുള്ള പോർഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ? പിന്നീട് നമ്മൾ അസ്തനോസ്ഫിയറിനെ പറ്റിയാണ്. അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ഈ പറയുന്ന മാൻഡിലിന്റെ ലിത്തോസ്ഫിയർ കഴിഞ്ഞ് തൊട്ട് താഴത്തെ ഒരു പോർഷൻ ആണ്. ഇതിന് മോൾട്ടൺ സ്റ്റേറ്റിലാണ്. ഇതാണ് നമുക്ക് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നൊക്കെ വരുന്ന മാഗ്മയുടെ അല്ലെങ്കിൽ ലാവയുടെ ഒക്കെ സോഴ്സ് എന്ന് പറയുന്നത്. അസ്തനോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വീക്ക് എന്നാണ്. താഴോട്ടൊരു 400 കിലോമീറ്റർ. അതിന്റെ താഴേക്കുള്ള മാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? മാൻഡിൽ സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പർ മാൻഡിൽ എന്നും ലോവർ മാൻഡിൽ എന്നും ഒക്കെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് മാൻഡിലിനെ. ആ ഒരു കാര്യം കൂടി ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അടുത്ത നമുക്ക് അപ്പർ മാൻഡിൽ ലോവർ മാൻഡിൽ നിന്ന് രണ്ടായിട്ട്. അപ്പർ മാൻഡിലിന്റെ പോർഷനിലാണ് അസ്തനോസ്ഫിയറും ഏതൊക്കെ വരിക? ലിത്തോസ്ഫിയറിന്റെ കുറച്ച് പോർഷനും ഒക്കെ വരുന്നത്. അതിന്റെ താഴോട്ട് ലോവർ മാൻഡിലാണ്. ഓക്കെ, അധോ മാൻഡിൽ, ഉപരിമാൻഡിൽ എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയും. ഓക്കെ, മലയാളക്കാർക്ക് കൂടി ഞാൻ മലയാള വേർഡ്സ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. മലയാള വേർഡ്സ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. അടുത്തത് വരുന്നതാണ് കോർ അല്ലെങ്കിൽ കാമ്പ് എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, കോറ് അല്ലെങ്കിൽ കാമ്പ് എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, ഇത് എന്താണ്? 2900 കിലോമീറ്റർ താഴോട്ട് വരുന്നത്. 2900 തൊട്ട് 6400 കിലോമീറ്റർ നമ്മുടെ എർത്തിന്റെ സെന്റർ വരെയുള്ള 6400 കിലോമീറ്റർ. 2900 തൊട്ട് 6400 കിലോമീറ്റർ വരെയുള്ള പോർഷൻ ആണ് കോർ എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മള് ബാരിസ്ഫിയർ, മറ്റേ എന്തായിരുന്നു വിളിച്ചേ? പൈറോസ്ഫിയർ എന്ന് വിളിച്ചായിരുന്നു അല്ലെ? മാൻഡിൽ പിടിച്ചപ്പോ പൈറോസ്ഫിയർ പറഞ്ഞു തന്നില്ലേ? അതുപോലെ അടുത്ത വരുന്നതാണ് എന്ന് പറയുന്നത് ബാരിസ്ഫിയർ. ബാരിസ്ഫിയർ ഇസ് കോർ. ആക്ച്വലി കോറിനെയാണ് നമ്മൾ ബാരിസ്ഫിയർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ബാരിസ്ഫിയർ ടോട്ടൽ എർത്തിന്റെ വോളിയത്തിന്റെ 16% കോർ ഉൾക്കൊള്ളുന്നത് കേട്ടോ. ടോട്ടൽ എർത്തിന്റെ വോളിയത്തിന്റെ 16% കോർ ഉൾക്കൊള്ളുന്നത്. കോറിനെ നമ്മൾ ലിക്വിഡ് ഔട്ടർ കോർ എന്നും സോളിഡ് ഇന്നർ കോർ എന്നും വിളിച്ചു. ഇന്നർ കോർ എന്നും ഔട്ടർ കോർ എന്നും നമ്മള് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എർത്തിന്റെ ഏറ്റവും സെന്റർ ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് അത് ഇന്നർ കോർ ആണ് അല്ലെ? ഇന്നർ കോർ ആക്ച്വലി അത് സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇന്നർ കോർ നമുക്ക് സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. കോറ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ലിക്വിഡ് ഔട്ടർ കോർ എന്നും സോളിഡ് ഇന്നർ കോർ എന്നും. മാൻഡിൽ എങ്ങനെയായിരുന്നു? അപ്പർ മാൻഡിൽ എന്നും ലോവർ മാൻഡിൽ എന്നും. ക്രസ്റ്റ് എങ്ങനെയായിരുന്നു ഡിവൈഡ് ചെയ്തത്? ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും. ഓക്കെ, ഈ കോറിന്റെ ബൗണ്ടറി വരുന്നത് 2900 ടു എത്ര വരെയാണ്? 6400 വരെയാണ്. ഇതിനെ നമ്മൾ ബാരിസ്ഫിയർ എന്ന് വിളിക്കും. പൈറോസ്ഫിയർ എന്ന് വിളിക്കുന്നത് മാൻഡിലിനെ ആയിരുന്നു. പൈറോസ്ഫിയർ എന്ന്. മാൻഡിൽ വന്നിട്ട് ഒരു 83% ടോട്ടൽ എർത്തിന്റെ വോളിയം എടുക്കുന്നെങ്കിൽ കോർ വന്നിട്ട് ഒരു 16%. ക്രസ്റ്റ് ആണെങ്കിൽ ഒരേ ഒരു പെർസെന്റേജ് എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അല്ലെ? ഇറ്റ് ഈസ് അബൌട്ട് 16% ഓഫ് എർത്ത് വോളിയം ആണ് കോർ എടുക്കുന്നത്. കോറിനെ നമ്മൾ ലിക്വിഡ് ഔട്ടർ കോർ എന്നും സോളിഡ് ഇന്നർ കോർ എന്നും വിളിച്ചിട്ടുണ്ട് അല്ലെ? കോർ മെയിൻലി ഹെവി ആയിട്ടുള്ള നിക്കലും അയണും കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ നിഫെ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. നിഫെ എന്ന് വിളിക്കുന്നത് എർത്തിന്റെ ഇന്റീരിയറിലെ ഏത് പോർഷനാന്ന് ചോദിച്ചാൽ നിങ്ങൾ കോർ എന്ന് പറയണം. ഏതൊക്കെ വസ്തുക്കളോ ഏതൊക്കെ എലമെന്റ്സ് കൊണ്ടാണ്? നിക്കലും അയണും കൊണ്ടാണ് കോർ ഫോം ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? നിക്കലും അയണും കൊണ്ടാണ് കോർ ഫോം ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? നിഫെ എന്ന് വിളിക്കും. നിഫെ. അപ്പൊ സിയാൽ പഠിച്ചു, സിമ പഠിച്ചു, സിമ പഠിച്ചു. പിന്നെന്താ ഇപ്പൊ പഠിക്കുന്നു? നിഫെ പഠിക്കുന്നു. നിഫെ അല്ലെ? സിയാൽ എന്തായിരുന്നു? സിലിക്കൺ, അലൂമിനിയം. ഇതെന്തായിരുന്നു? കോണ്ടിനെന്റൽ ക്രസ്റ്റ്. സിമ എന്തായിരുന്നു? സിലിക്കൺ, മഗ്നീഷ്യം. ഇതെന്തായിരുന്നു? ഓഷ്യാനിക് ക്രസ്റ്റ്. ഇതെന്താ? നിക്കൽ, അയൺ. ഇതെന്താണ്? നിഫെ എന്താണ്? കോറാണ് അല്ലെ? കോറാണ് അല്ലെ? ഓർത്ത് വെച്ചേക്കണേ അത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ നിഫെ ലെയർ എന്ന് നമ്മള് വിളിക്കാറുണ്ട്. അപ്പൊ ഈ മെറ്റാലിക് കോർ ആയിട്ടുള്ള പോർഷൻ ആണ്. മെറ്റാലിക് ആയിട്ടുള്ള ഈ പറയുന്ന അയണും അതുപോലെ തന്നെ നിക്കലും കൂടെ ഉള്ള ഈ ഒരു പോർഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് എർത്തിന് പ്രൊവൈഡ് ചെയ്യുന്നത്. മെറ്റാലിക് കോർ ആണ് നമുക്ക് നിക്കലും
അയണും കൂടി ചേർന്നിട്ട് മെറ്റൽസ് അടങ്ങിയിരിക്കുന്ന ഒരു കോറാണ് നമുക്കുള്ളത്, വിച്ച് ഗീവ്സ് മാഗ്നറ്റിക് ഫീൽഡ്. എർത്ത് ഇറ്റ്സെൽഫ് ഇസ് എ മാഗ്നറ്റ് എന്നാണ് നമ്മൾ പറയാം അല്ലെ. അപ്പൊ എർത്തിന് ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി എവിടുന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും ഇന്നർമോസ്റ്റ് പോർഷൻ ആയിട്ടുള്ള കോർ പോർഷനിൽ നമുക്ക് നിക്കലും അതുപോലെ തന്നെ അയണുമാണ് ഇരിക്കുന്നത്. അത് അവിടെ എന്താണ്, അത് മെറ്റാലിക് പോർഷൻ ആണ് അല്ലെ. സോ ദിസ് മെറ്റാലിക് പോർഷൻ ഗീവ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് ടു ദ എർത്ത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ അത് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഈ ഏറ്റവും നടുക്കത്തെ പോർഷനിൽ ഈ ഹീറ്റ് നല്ല രീതിയിൽ ചൂട് വമിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്ന് വെച്ചാൽ heat that keeps the outer core from solidifying is produced by the breakdown of radioactive elements in the inner core. inner coreലുള്ള ചില റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് നിന്നും വരുന്ന കുറച്ച് ഹീറ്റ് ഉണ്ട്, പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് വന്നിട്ടാണ് ഈ പറയുന്ന ഔട്ടർ കോറിലെ പോർഷൻസിന് ഉരുകാനായിട്ടുള്ള റീസൺ. അപ്പൊ ഔട്ടർ കോറിൽ എങ്ങനെയായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സെമി സോളിഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ അസ്തനോസ്ഫിയർ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. നമ്മൾ ലിത്തോസ്ഫിയറിന്റെ തൊട്ട് താഴെ മാൻഡിലിന്റെ അപ്പർ മാൻഡിലിന്റെ ഒരു പോർഷൻ ആണ് അസ്തനോസ്ഫിയർ. അത് സെമി സോളിഡ് പോർഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ്, മോൾട്ടൺ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ കോറിന്റെ ഇന്നർ കോറിന്റെ ഔട്ടറിൽ ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നു. ഓക്കെ, ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ബിക്കോസ് എന്താണ്, ഏറ്റവും അകത്തെ കോറിലുള്ള കുറച്ച് നമ്മുടെ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഔട്ടർ കോറിലുള്ള മെറ്റീരിയൽസ് സോൾഡിഫൈ ചെയ്യാനായിട്ട് സമ്മതിക്കുകയില്ല. അത് എപ്പോഴും ഇങ്ങനെ ലിക്വിഡ് സ്റ്റേറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റീസണും കൂടി ഓർത്തു വെച്ചേക്കാം. അപ്പോ ഈ 3 ലെയറുകളിലും ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റേഷണൽ പുൾ ഉള്ളത് ഏത് ലെയറിനാണെന്ന് ചോദിച്ചാൽ കോറിനാണെന്ന് ഓർത്തു വെച്ചേക്കുക. 3 ലെയറിലും ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റേഷണൽ പുൾ ഉള്ള ലെയർ ആണ് ഏതെന്ന് പറയുന്നത് കോറാണെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഈ 3 എണ്ണത്തിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പഠിച്ചെന്ന് വിചാരിച്ചോട്ടെ. ഞാൻ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷ്യാനിക് ക്രസ്റ്റ് ഓർമ്മയുണ്ട്, ലിത്തോസ്ഫിയർ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം പഠിച്ച മാൻഡിലിന്റെ കൂടെ നമ്മൾ അപ്പർ മാൻഡിൽ, ആ ലിത്തോസ്ഫിയറിന്റെ താഴെയുള്ള ഏത് പഠിച്ചു? നമ്മള് അസ്തനോസ്ഫിയർ പഠിച്ചു. ദേ നോക്കിക്കേ, എല്ലാം ഇവിടെ ഇല്ലേ? ഇതാണ് ഓഷ്യാനിക് ക്രസ്റ്റ്, ഇതാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ഈ ഇച്ചിരി അപ്പർ മോസ്റ്റ് പോർഷൻ ഒരു 100 കിലോമീറ്ററോളം വരുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ലിത്തോസ്ഫിയർ എന്ന് വിളിച്ചത്. അതിന്റെ തൊട്ട് താഴെയായിട്ട് എന്ത് വരുന്നുണ്ട്? കണ്ടോ, മാൻഡിലിന്റെ മേളത്തെ പോർഷനാണ് ഏതെന്ന് പറയുന്നത്? അസ്തനോസ്ഫിയർ എന്ന് വിളിച്ചത് അല്ലെ. അസ്തനോസ്ഫിയർ എന്ന് വിളിച്ചത്. ഇവിടെ വരെ എന്താണ്? മാൻഡിലാണ്. ഇവിടെ വരെ അപ്പർ മാൻഡിലാണ്, ഇവിടെ താഴോട്ട് ലോവർ മാൻഡിലാണ്. ഓക്കെ, ഇവിടെ വരെ എന്താണ്? മാൻഡിലാണ് 2900 കിലോമീറ്റർ വരെ. ഓക്കെ, അപ്പൊ അതിനുശേഷം എന്താണ് വരുന്നത്? കോറാണ് വരുന്നത്. ഇവിടെ വരെ നമുക്ക് മാൻഡിലാണ്, അതിനുശേഷം കോറാണ്. കോറിലാണ്ടോ ഇതാണ്, ഇത് ഇത്രയാണ് ഔട്ടർ കോർ. ദിസ് പോർഷൻ ഈസ് ലിക്വിഡ് ആണ്, ലിക്വിഡ് പോർഷൻ ആണ്. അടുത്തത് വരുന്ന ഇന്നർ കോറിന്റെ പോർഷൻ ആണ് ഇത്. ഇതെന്ന് വെച്ചാൽ എന്താണ്? 5100 കിലോമീറ്റർ ടു 6378 കിലോമീറ്റർ. നമ്മൾ എക്സാക്ട് ഒരു ഇത് പറയണ 6378 ആണ് പറയാ. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഏറ്റവും ഇന്നർമോസ്റ്റ് പോർഷൻ അത് സോളിഡ് ആണ്. ഓക്കെ, സോളിഡ് ആണ് നമുക്ക് പഠിക്കാം. അപ്പൊ കോറ് നമ്മള് എന്താണ്? ഇന്നർ കോറെന്നും ഔട്ടർ കോറെന്നും മാൻഡിൽ അപ്പർ മാൻഡിൽ എന്നും ലോവർ മാൻഡിൽ എന്നും ആണ് തിരിച്ചേക്കുന്നത്. അതിൽ അപ്പർ മാൻഡിലാണ് അസ്തനോസ്ഫിയറും ലിത്തോസ്ഫിയറിന്റെ കുറച്ച് പോർഷനും ഉള്ളതെന്ന് പഠിച്ചു. ലോവർ മാൻഡിൽ ഇവിടെ വരെയാണ്. അതിനുശേഷം കോറ്, ഇത് ഇത്രയും ക്രസ്റ്റ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിച്ചോട്ടെ. അപ്പൊ വീണ്ടും കേട്ട് പഠിക്കണേ നന്നായിട്ട്. അത് ഇത്രയും പഠിച്ചു വെച്ചേക്കണേ. ഏത് പരീക്ഷയ്ക്ക് പോയാലും നിങ്ങൾക്ക് വേണ്ടുന്ന കേട്ടോ. ഇനി നമുക്ക് ഇതിന് കുറച്ച് ഡിസ്കണ്ടിന്യൂയിറ്റീസ്, അതായത് ഈ ലെയറുകൾക്കൊക്കെ ഒരു വേർതിരിവുണ്ടല്ലോ, എവിടെ നിന്നാണ് നിങ്ങൾ ഈ പറയുന്ന സാധനം പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഈ ഭൂമികുലുക്കം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് വേവ്സ് നമുക്ക് പുറത്ത്, അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം കേട്ടോ. ഞാൻ എർത്ത് വേവ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഈ പറയുന്ന പി വേവ്സ്. ഓക്കെ, അപ്പൊ പി വേവ്സിന്റെ സ്പീഡിന് കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എവിടെയൊക്കെയോ കുറച്ച് ഡിസ്കണ്ടിന്യൂയിറ്റീസ് ഉണ്ട്, എവിടെയൊക്കെയോ കുറച്ച് സെപ്പറേഷൻസ് ഉണ്ട്. സോ ദാറ്റ് ദ സ്പീഡ് ഓഫ് പി വേവ്സ് ചേഞ്ചസ്. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്കണ്ടിന്യൂയിറ്റീസ് ആണ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി, മൊഹോറോവിക് ഡിസ്കണ്ടിന്യൂറ്റി, റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി, ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി, ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി. ഏതൊക്കെയാണ്? കോൺറാഡ്, മൊഹോറോവിക്, റെപ്പറ്റി, ഗുട്ടൻബർഗ്, ലേമാൻ. ഏതൊക്കെയാ? ഒന്നുകൂടി ഓർത്തെ. കോൺറാഡ്, മൊഹോറോവിക്, റെപ്പറ്റി, ഗുട്ടൻബർഗ്, ലേമാൻ. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, നമ്മള് ആദ്യമേ തിരിച്ചത് എന്താ? കോറിനെ രണ്ടായിട്ട് തിരിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഓഷ്യാനിക് എന്നും അതുപോലെ തന്നെ
കോണ്ടിനെന്റ് എന്നും അല്ലെ, കോണ്ടിനെന്റൽ ഓഷ്യാനിക്. അപ്പൊ ഇതിനെ തമ്മിൽ തിരിക്കുന്ന ഒരു ഡിസ്കണ്ടിന്യൂറ്റി കാണുമല്ലോ, അതാണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. കോൺട്രാഡ് ആദ്യത്തെ കോറിനകത്തെ ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഏത്, ക്രസ്റ്റിനകത്തെ ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഏതെന്ന് പറയുന്നത്, സിയാലും സിമേനും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ഡിസ്കണ്ടിന്യൂറ്റി ആണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഈ പറയുന്ന ക്രസ്റ്റും മാൻഡിലും തമ്മിലുള്ള മെയിൻ ഡിസ്കണ്ടിന്യൂറ്റി. ക്രസ്റ്റിന് താഴെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെയർ ആണ് ക്രസ്റ്റ്. ദെൻ വരുന്നത് മാൻഡിലാണ് അല്ലെ, മാൻഡിൽ. അപ്പൊ മാൻഡിലും ക്രസ്റ്റും തമ്മിലുള്ള ഏറ്റവും വലിയ ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ആണ് മൊഹോറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വിളിക്കും അല്ലെ. മാൻഡില് നമുക്ക് രണ്ടായിട്ട് തിരിച്ചായിരുന്നു, അപ്പർ എന്നും ലോവർ എന്നും അല്ലെ. ആ ചെറിയൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, അതിന്റെ പേരാണ് റെപ്പിറ്റി ഡിസ്കണ്ടിന്യൂറ്റി. നിങ്ങൾ ഇത് ഓർഡറിൽ പഠിച്ചിട്ട് ആ ലെയർ ഓർഡറിൽ പഠിച്ചിരുന്നാൽ മതി, വേറെ കാര്യമൊന്നുമില്ല കേട്ടോ. റെപ്പിറ്റി ഡിസ്കണ്ടിന്യൂറ്റി ഇറ്റ് സെപ്പറേറ്റ്സ് ഫ്രം അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ. അപ്പർ മാൻഡിലിനെ ലോവർ മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്നതാണ് റെപ്പിറ്റി ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. പിന്നെ മാൻഡിലും അതുപോലെ തന്നെ കോറും തമ്മിലുള്ള ആ ഒരു മാൻഡിലും കോറും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഏതെന്ന് പറയുന്നത്, ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. കോറിനകത്ത് തന്നെ നമുക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഏതൊക്കെയാണ്, ലിക്വിഡ് ഔട്ടർ കോറെന്നും സോളിഡ് ഇന്നർ കോറെന്നും. ആ കോറിനകത്തുള്ള ആ ഡിസ്കണ്ടിന്യൂറ്റി ആണ് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി. അതിന്റെ വേർതിരിവിനെ വിളിക്കുന്ന പേരാണ് കേട്ടോ ഡിസ്കണ്ടിന്യൂറ്റീസിന്റെ. അപ്പൊ നോക്കിക്കേ, കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി വിച്ച് സെപ്പറേറ്റ്സ് ഫ്രം സിയാൽ ആൻഡ് സിമ. സിയാലും സിമയും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ദെൻ മാൻഡിലും ക്രസ്റ്റും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആണ് മൊഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. മാൻഡിലും ക്രസ്റ്റും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആണ് മൊഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇനി മാൻഡിൽ തന്നെ നമ്മൾ അപ്പർ ആൻഡ് ലോവർ എന്ന് തിരിച്ചിട്ടുണ്ട് അല്ലെ, അപ്പർ ആൻഡ് ലോവർ എന്ന് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പർ ഡിസ്കണ്ടിന്യൂറ്റി ലോവർ മാൻഡിൽ, അപ്പർ മാൻഡിൽ ലോവർ മാൻഡിൽ എന്ന് തിരിച്ചേക്കുന്ന ഡിസ്കണ്ടിന്യൂറ്റി ആണ് റെപ്പിറ്റി ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. പിന്നെന്താണ്, നമ്മുടെ മാൻഡിലും കോറും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഏതെന്ന് പറയുന്നത്, ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ദെൻ എന്താണ്, കോറിനുള്ളിൽ തന്നെ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു, ഔട്ടർ കോറെന്നും ഇന്നർ കോറെന്നും. ആ ഡിസ്കണ്ടിന്യൂറ്റി വിളിക്കുന്ന പേരാണ് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇത്രയാണ് നിങ്ങൾക്ക് ഇന്റീരിയർ ഓഫ് ദ എർത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത്. ഇത്ര എല്ലാ ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഓരോന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ഡിസ്കണ്ടിന്യൂറ്റീസും ആ ഒരു ലേയേഴ്സ് നിങ്ങൾ ഓർഡറിൽ പഠിച്ചു വെച്ചാൽ പ്രത്യേകിച്ച് ഡിസ്കണ്ടിന്യൂറ്റി പഠിക്കേണ്ട കാര്യമില്ല, ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം പഠിക്കേണ്ട കാര്യമില്ല, ഓർഡർ മാത്രം പഠിച്ചു വെച്ചേക്കുക, അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് എന്താണ് ഇന്റീരിയർ ഓഫ് ദ എർത്ത് പഠിക്കാനായിട്ടുള്ളത്. അത്യാവശ്യം വിത്ത് ഫിഗർ വേണ്ടുന്ന പോയിന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ ബേസിക് ഒക്കെ പഠിക്കുന്ന ആൾക്കാർ ഇത് ഇതുപോലെ തന്നെ എഴുതിയെടുത്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇന്റീരിയർ ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന പോർഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫിഗറുകൾ യൂസ് ചെയ്ത് പഠിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ കണ്ട് പഠിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തലയിൽ കത്തി നിൽക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോ നമ്മുടെ ദിശയുടെ എന്താണ് ഓൺലൈൻ കോഴ്സസ് SSC RRB ബാങ്ക് എല്ലാ ബാച്ചുകളും പുതിയ ബാച്ചുകളൊക്കെ ഓപ്പൺ ആണ്, സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ട്, 5ഓളം ഓഫ്ലൈൻ സെന്റേഴ്സ് ദിശയ്ക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ എന്താണ് കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ SSC ബാച്ചോ RRB ഗ്രൂപ്പ് D ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, NTPC ക്ലാസ് നടക്കുന്നുണ്ട്, SSC CGL അതുപോലെ RPF മറ്റ് പരീക്ഷകൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള കോച്ചിങ് നടക്കുന്നുണ്ട്, ബാങ്കിന്റെ കോച്ചിങ് നടക്കുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ക്ലാസ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓഫ്ലൈൻ ബാച്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ കോഴ്സ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോ തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഞാൻ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, ഏറ്റവും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഏതെങ്കിലും ഒരു എന്താണ് പരീക്ഷ കിട്ടട്ടെ, ഈ വർഷം തന്നെ ജോലിക്ക് കയറാൻ പറ്റട്ടെ, അതിനു വേണ്ടിയിട്ട് നല്ലതായിട്ട് പരിശ്രമിക്കുക. അപ്പൊ ഗ്രൂപ്പ് D പരീക്ഷയ്ക്കും മറ്റ് RRB SSC പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ആരെങ്കിലും ഒക്കെ ഈ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിക്കുക, എല്ലാവർക്കും ഈ വട്ടം തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റിൽ കയറാൻ പറ്റട്ടെ, നല്ലതായിട്ട് പഠിക്കാനായിട്ട് പറ്റട്ടെ, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.